നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ടോട്ടലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് ഒരു ഡൗട്ട് വരാറുണ്ട്. ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം കമൻറ്റിലും ഈ ഒരു ചോദ്യം ലഭിച്ചിരുന്നു. നമ്മളിപ്പോൾ ഒരു ഗിയറിൽ തന്നെ, ഉദാഹരണത്തിന് ഒരു തേർഡ് ഗിയറിൽ തന്നെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാതെ പുഷ് ചെയ്യുവാണ്, അതായത് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും വണ്ടിക്ക് സംഭവിക്കുമോ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഹാമുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾക്ക് ആ കാര്യം ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ മീറ്റർ ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പം ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വാഹനം തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്സിലറേറ്റർ കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററിൽ ഓൾറെഡി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ സ്പീഡ് അതിൽ നിന്ന് കൂടുന്നില്ല, RPM റേസ് ആവുന്നുണ്ട് പതുക്കെ പതുക്കെ. അപ്പോൾ ഞാൻ ഇനി എത്ര ആക്സിലറേറ്റർ കൊടുത്താലും ഈ ഒരു പോയിൻ്റിൽ നിന്ന് സ്പീഡ് കൂടത്തില്ല, മറിച്ച് RPM മാത്രമേ കൂടത്തുള്ളൂ. കാരണം ഈ ഒരു ഗിയർ, അതായത് തേർഡ് ഗിയറിൻ്റെ മാക്സിമം സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടത്തില്ല. നമ്മൾ ആക്സിലറേറ്റർ കൂടുതൽ കൊടുക്കുമ്പോൾ വാഹനത്തിൻ്റെ RPM, അതായത് എൻജിൻ്റെ റൊട്ടേഷൻ കൂടും. അത് കാരണം കൂടുതൽ ഫ്യൂവൽ ബേൺ ആവും, എൻജിൻ ഹീറ്റ് ആവും. അതല്ലാതെ നമുക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് വലിയത് കാരണം. അപ്പം നിങ്ങൾ ഒരു ഗിയറിൻ്റെ സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒപ്റ്റിമൽ ഗിയറിൽ ഓടിക്കുകയാണെങ്കിലാണ് നമ്മൾക്കൊരു മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി, അതായത് കൂടുതൽ മെച്ചപ്പെട്ട നമുക്കൊരു ആവറേജ് വണ്ടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ പറഞ്ഞ കാര്യം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്പീഡിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ ഒരേ ഗിയറിൽ തന്നെ നമ്മൾക്ക് വണ്ടി ഓടിക്കാം. പക്ഷേ ആ ഒരു ഗിയറിൻ്റെ സ്പീഡ് ലിമിറ്റിലാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ കാണിച്ച പോലെ വാഹനത്തിൻ്റെ RPM ഇൻക്രീസ് ആവും, പക്ഷേ സ്പീഡ് ഇൻക്രീസ് ആവത്തില്ല. ഓവർ ഹീറ്റിംഗ്, അതുപോലെ തന്നെ കൂടുതൽ ഫ്യൂവൽ ബേൺ ആവും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമുക്കിതുപോലത്തെ മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. നമസ്കാരം.